വി.എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. വി.എസ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് കോഴിക്കോട്ടെ ഞായറാഴ്ച വിശേഷങ്ങൾ? ഞായറാഴ്ച ഇന്ന് ഞങ്ങൾക്കൊരു സന്തോഷമുള്ളത് കോഴിക്കോട് സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോഴിക്കോടിന് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരത്തിൻ്റെ സന്തോഷം കൂടി കോഴിക്കോട്ടുകാർക്ക് ഇന്നുണ്ട്. അപ്പോൾ ഒരു സാഹിത്യകാരനാണല്ലോ ചെറുതായിട്ട്. സാഹിത്യപ്രേമി, സാഹിത്യകാരെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രേമിക്ക് ഏതെങ്കിലും കവിത വരുന്നുണ്ടോ? ഇല്ല, കവിത വരുന്നില്ല. പെട്ടെന്ന് കവിത വെച്ചാൽ ഈ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് വാർത്തയ്ക്ക് നിൽക്കുമ്പോൾ പെട്ടെന്ന് കവിത വെച്ചാൽ കിട്ടില്ല. അതാണ് നമ്മൾ ഈ പറയുന്ന സന്ദർഭത്തിൽ ഞാൻ നടത്തി മാറ്റിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സബ്സിഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപഭോക്താക്കളിൽ നിന്ന് അനധികൃതമായി പണം ഈടാക്കിയ വാഹന ഡീലർക്കെതിരെയാണ് ഇവിടെ നടപടി എടുക്കാതെ നിൽക്കുന്നത്. അത് ഗതാഗത വകുപ്പിന് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്ന് കരുതുക വയ്യല്ലോ രഞ്ജിത്ത്. ഇത് കണ്ടെത്തിയത് RTO ആണ്. ഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള കോഴിക്കോട് ട്രാൻസ്പോർട്ട് ഓഫീസർ, കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തിയത്. ഇതിൽ 1-2 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ ഒരു വാഹനം വാങ്ങാൻ പോകുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ ഈടാക്കുന്ന ഫീസിനെ കുറിച്ചൊന്നും ഒരു സാധാരണ ഉപഭോക്താവ് ബോധവാനായിരിക്കില്ല. എത്രയാണോ ഡീലർ ആവശ്യപ്പെടുന്നത് ആ പണം അടച്ച് പോരും. ഇപ്പോൾ ചില സമയത്തൊക്കെ ലോജിസ്റ്റിക് ഫീസ് എന്നൊക്കെ പറഞ്ഞ് ചില ഡീലർമാർ ഈടാക്കും. ഈ ലോജിസ്റ്റിക് ഫീസ് കേരളത്തിൽ നിരോധിച്ചിട്ടുള്ളത് എന്ന് അറിയുന്നവർ മാത്രമേ ആ ഫീസ് കൊടുക്കാതിരിക്കൂ, അല്ലാത്തവരുടെ ആ ഫീസ് വാങ്ങും. അപ്പോൾ ഒരു സാധാരണ ഉപഭോക്താവിനെ കബളിപ്പിക്കാനുള്ള ഡീലറുടെ ഒരു ശ്രമം, ഒരു സാധാരണ ഉപഭോക്താവ് പരാതിയുമായി ഇത്ര ദൂരം മുന്നോട്ട് പോയി അത് പൊളിച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ പരാതി അന്വേഷിച്ച RTO ഇത് വീഴ്ചയാണ്, ഇത്തരത്തിൽ ഡീലർമാർ ഉപഭോക്താക്കളിൽ നിന്ന് പണം പിരിക്കാൻ പാടില്ല എന്ന് RTO കണ്ടെത്തുകയും നടപടിയെടുക്കാൻ വേണ്ടി ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോഴും ആ നടപടിയായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സാധാരണ ഉപഭോക്താക്കളെ പല ഫീസുകളുടെ പേരിൽ പറ്റിക്കുന്ന ഡീലർമാർ, മറുഭാഗത്ത് ഇത് പിഴവാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് പോലും, പിഴവാണ് എന്ന് കണ്ടെത്തിയിട്ട് പോലും ഒരു നടപടിയും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഡീലർഷിപ്പ് കട്ട് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഗതാഗത വകുപ്പിന് പോകാവുന്നതാണ്. കാരണം RTOയുടെ അനുമതിയോടുകൂടിയാണ് ഓരോ ഡീലർമാരും വാഹനങ്ങൾ വിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഡീലർമാരുടെ നിയന്ത്രണം ഗതാഗത വകുപ്പിനുണ്ട്. ഇപ്പോൾ ഗതാഗത വകുപ്പിൽ നിന്ന് ഈ പറയുന്ന ഈ പരാതിയുമായി മുന്നോട്ട് പോയ സ്വരാഗിന് ലഭിക്കുന്ന മറുപടി, നിങ്ങൾ ഈ റിപ്പോർട്ടുമായി കൺസ്യൂമർ കോടതിയെ സമീപിക്കാനാണ്. അത് ആർക്കും സമീപിക്കാം, പക്ഷേ പിഴവ് കണ്ടെത്തിയത് ഗതാഗത വകുപ്പും RTOയും ആയതുകൊണ്ട് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വവും ഗതാഗത വകുപ്പിനുണ്ട്. അത്തരത്തിൽ നടപടിയിലേക്ക് ഗതാഗത വകുപ്പ് പോകണമെന്നുള്ളതാണ്. ഗതാഗത വകുപ്പ് നടപടിയെടുത്ത ശേഷം ഈ ഉപഭോക്താവിന് വേണമെങ്കിൽ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. അതൊരു മറ്റൊരു നടപടിയാണ്. അതല്ലാതെ ഗതാഗത വകുപ്പ് എടുക്കേണ്ട നടപടിക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ പറയുന്ന നിലപാട് ശരിയല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് സാധാരണ എല്ലാ ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ അനധികൃതമായ ഫീസ് ഏതൊക്കെയാണ്, ഒരു വാഹനം വാങ്ങുമ്പോൾ കൊടുക്കേണ്ട ഫീസുകൾ ഏതൊക്കെയാണ്, അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അനധികൃതമായി വാങ്ങുന്ന ഇത്തരം ഫീസുകൾക്കെതിരെ ശബ്ദമുയരേണ്ടതുണ്ട്. ഇതിപ്പോൾ 1400 രൂപയാണ്, പക്ഷേ ഓരോ ഉപഭോക്താവിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത് ലക്ഷങ്ങളാണ്. ഓക്കെ, വി.എസ്. രഞ്ജിത്താണ് ഇലക്ട്രിക് സ്കൂട്ടറിന് അധിക ഫീസ് ഈടാക്കിയ KVR മോട്ടോഴ്സിന്റെ വിവരം കൃത്യമായി പറഞ്ഞു വെച്ചത്. മറ്റൊരു